ഇന്ന് ഞാൻ മീൻ ഫ്രൈ ആണ് കാണിക്കുന്നത്. ഞാൻ ഫ്രൈ ചെയ്യുന്നത് കാണിക്കുക. ഇതാണ് പോപ്ലെറ്റ് നമ്മുടെ നാട്ടിൽ ആവോലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണത്. നല്ല ടേസ്റ്റ് മീനാണ് ഫ്രൈ ചെയ്താൽ. വിലയും കുറവാണ്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് പെപ്പർ ഫ്രൈ ആണ് കാണിക്കുന്നത്. പെപ്പർ അത്യാവശ്യം 4 പീസിന് വേണ്ടി ഒരു ഉള്ളിൽ പെപ്പർ ഇടുക. പെപ്പർ ഇട്ടതിന് ശേഷം ഇടിക്കുക, നല്ല ഇടിച്ചിട്ട് പൗഡർ ആകുന്നവരെ ഇടിക്കുക. നല്ല ഇടിച്ച് നല്ല പൗഡർ വിധത്തിലായിരിക്കും. നല്ല സ്ലൈസ് ആയിരിക്കണം. നല്ല ഇടിച്ചിട്ട് നല്ല ഒരുവിധം പൗഡർ രൂപത്തിലായിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇടുക. ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി. പെപ്പർ ഉപയോഗിക്കുന്നതുകൊണ്ട് മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. പെപ്പർ എപ്പോഴും നല്ലതാണ്. നമ്മൾ സ്പൈസി മുളക് പൊടി ഉപയോഗിക്കാൻ നല്ല എപ്പോഴും പെപ്പർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് ഹെൽത്തിനും നല്ലതാണത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ മസാല നമ്മൾ ഫിഷിൻ്റെ മുകളിലേക്ക് ഫിഷിൻ്റെ മുകളിലേക്ക് ഇടുക. നാല് ഫിഷാണ് എടുത്തിരുന്നത്. എന്നിട്ട് നല്ലത് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലെല്ലാം മസാല തേച്ച് പിടിപ്പിക്കുക. നല്ല മസാല വെച്ചിട്ട് അത് എന്നിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് അത് മസാല എല്ലാം അതിലേക്ക് പിടിക്കും. ഗ്യാസ് ഓൺ ചെയ്യുക. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു തവ ഗ്യാസിൻ്റെ മുകളിൽ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ല എല്ലാ സൈഡിലും എണ്ണ ആവുന്ന രൂപത്തിൽ പോട്ട് വയ്ക്കുക. ശേഷം അതിലേക്ക് ചൂടായതിനു ശേഷം മീൻ ഇതിപ്പം മീൻ ആൾമോസ്റ്റ് 10-20 മിനിറ്റ് വെച്ചിട്ടിട്ടുണ്ട്.
എല്ലാ ഭാഗത്തും മസാല ആയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത് ആൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒന്നൊന്ന് ഇടുക. ഒരു മീറ്റർ പീസ്, സെക്കൻഡ് പീസ്, 3 പീസ്, 4 പീസ്. എന്നിട്ട് എല്ലാം ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇടുക. കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സൈഡ് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് മറിച്ചിടുക. ലോ ബർണറായിരിക്കണം എപ്പോഴും, എൻഷുർ ചെയ്യണം. ലോ ബർണറിലേക്ക് ആക്കണം. വൺ സൈഡ് ആൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. സെക്കൻഡ് സൈഡ് കൂടെ ഫ്രൈ ആയി. ആൾമോസ്റ്റ് നമ്മളെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നല്ലതിൽ വെന്തിട്ടുണ്ട്. ഒരു ക്രിസ്പി രൂപത്തിലായിരിക്കണം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുന്നു. ഓക്കെ, നമ്മൾ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കണം. ആൾമോസ്റ്റ് നമ്മൾ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഫിഷ് കണ്ടില്ലേ? ഇനി അതിലേക്ക് നമ്മൾ ലഞ്ച്, നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസിലേക്ക് ഫിഷ് ഇടുന്നു. കുറച്ച് വെളുത്തുള്ളി ഇട്ട് ആഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് സാലഡ് റെഡി ആയിട്ടുണ്ട്. സാലഡിലേക്ക് നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് അത് ചോറിലേക്ക് കൂട്ടിയിട്ട് കഴിക്കുക. ഭയങ്കര ടേസ്റ്റാണത്. അതിൽ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ നിങ്ങൾക്ക് സാമ്പാർ, രസം നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് ആൾറെഡി വന്നിട്ടുണ്ട്. നല്ല